അസുരൻ്റെ പ്രണയം 2. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസൻ. അഭിയേട്ടാ, നിങ്ങളൊന്ന് പോ. ഏട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ പോ. ദശ അവരെ സമാധാനപ്പെടുത്തി വിട്ടു. അഭിലാഷ് ഒന്നും മിണ്ടാതെ അമ്മൂനെയും കൊണ്ട് പുറത്തുപോയി. വാതിലടച്ച് ദശമല്ലെ രുദ്രന്റെ അടുത്തിരുന്നു. രുദ്രൻ അപ്പോഴും ദേഷ്യത്തിലായിരുന്നു. ദശമല്ലെ രുദ്രന്റെ കവളിൽ ചെറുകടി കൊടുത്തു. അപ്പോഴും രുദ്രൻ ഒന്നും മിണ്ടാതിരുന്നു. ദശ ചെറുചിരിയോടെ അവന്റെ കഴുത്തിൽ മെല്ലെ ചുംബിച്ചു. അപ്പോഴും രുദ്രൻ ഒന്നും മിണ്ടാതിരുന്നു. എന്താ സുര, ആത്മാവിൽ അലിഞ്ഞെന്ന പ്രണയം ചുംബനത്താൽ നിറയ്ക്കുമ്പോൾ മൗനമാണോ മറുപടി? രുദ്രന്റെ താടിയെ തിരിച്ച് ദശ ചോദിച്ചു. രുദ്രൻ ദശയുടെ കൈനെ തട്ടിമാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. ദശ ചിരിയോടെ എഴുന്നേറ്റ് രുദ്രന്റെ അടുത്ത് പോയി. രുദ്രന്റെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് ദശ അവന്റെ മുതുകിൽ മുത്തം കൊടുത്തു. വയറിലൂടെ ചുറ്റിപ്പിടിച്ച ദശയുടെ കൈനെ രുദ്രൻ തട്ടിമാറ്റാൻ നോക്കി. പക്ഷെ അവളുടെ പിടി മുറുകയായിരുന്നു. ഏട്ടാ, ദശ മെല്ലെ വിളിച്ചു. രുദ്രൻ ഒന്നും മിണ്ടാതെ അനങ്ങാതെയെന്നു. ഈ സമയം വേറൊന്നും വേണ്ട. നമ്മുടെ ജീവിതം, അതിൽ കിട്ടുന്ന കുറച്ച് സന്തോഷം, അതുപോലെ എന്തിനാ വെറുതെ ഈ ദേഷ്യം? ദശ അവനിൽ ചേർന്ന് നിന്നോട് ചോദിച്ചു. രുദ്രൻ ഒന്നും മിണ്ടാതെ അവൾക്ക് നേരെ തിരിഞ്ഞു. ദശയുടെ കണ്ണിൽ പ്രണയവും കാമവും മിന്നി മിന്നി മാഞ്ഞു. രുദ്രൻ ശ്വാസം വിട്ടുകൊണ്ട് ചെറുചിരിയോടെ അവളെ അടിപിടി നോക്കിക്കൊണ്ട് മീശയെ പിരിച്ചു. ദശ അവന്റെ കവളിൽ ഏന്തി വലിഞ്ഞ് ചുമ്മനം കൊടുത്തു. രുദ്രൻ അവളെ എടുത്ത് കട്ടിലേക്ക് കിടത്തി. ആ രാവും മഞ്ഞുതുള്ളിയുടെ തണുപ്പിലും രണ്ട് ശരീരം പരസ്പരം നാണം മറന്ന് ഒരു ശരീരമായി മാറി. എല്ലാം കെട്ടണഞ്ഞ് രുദ്രന്റെ നഗ്നമാറിൽ തളർന്നു കിടക്കുന്നു ദശ. ദശ മാറിന്റെ നടുവിൽ മെല്ലെ പല്ലുകൾ കൊണ്ടിരുത്തി. ആ, രുദ്രൻ മെല്ലെ വിളിച്ചു. എന്താടി കോപ്പേ? ദശയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു. ഏട്ടാ, ഇനിയും ഈ പിണക്കം എന്തിനാ? പാവമല്ലേ അവിയേട്ടൻ? പോയവർ പോയി. ഏട്ടന്റെ നന്മ വിചാരിച്ച് ചെയ്തത് ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും ഓർത്ത് കാണില്ല. പാവം. എല്ലാം മറന്ന് നിങ്ങൾ ഒന്നിക്കാൻ നോക്ക്. ദശ പറഞ്ഞുകൊണ്ട് രുദ്രന്റെ മുഖത്ത് നോക്കി. രുദ്രൻ അപ്പോഴും മൗനമായി കിടന്നു. രാവിലെ ദശ അവനിൽ നിന്ന് അടർന്നു മാറി കുളിക്കാൻ കുളിമുറിയിൽ കയറി. ഈശ്വരിയും അഗ്നിദേവനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ആ കറുത്ത രൂപം അവരെ വരവേറ്റു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പുറത്തെടുക്കുമെന്ന്. എടുത്തല്ലോ. ആ രൂപം ആർത്ത ചിരിയോടെ പറഞ്ഞു. ഈശ്വരിയും അഗ്നിയും പരസ്പരം നോക്കി ചിരിച്ചു. ഇനി കളി തുടങ്ങാല്ലേ? നമുക്കവനെ കാണാൻ പോയാലോ? നിങ്ങൾ ഇറങ്ങിയെന്ന് അവൻ അറിയണ്ടേ? അറിയിക്കണ്ടേ? ആ രൂപം രണ്ടുപേരെയും നോക്കി ചോദിച്ചു. അറിയിക്കണം. അറിയിക്കാതിരുന്നാൽ എങ്ങനെ? നരസിംഹ തറവാട്ടിൽ ഭരിച്ചുകൊണ്ടിരുന്ന എന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തിയ ആ പുന്നാരമോളെയും എനിക്കൊന്ന് കാണണം. പല്ലും കടിച്ചുകൊണ്ട് ഈശ്വരി പറഞ്ഞു. ഈ ദേഷ്യം, ഈ അഗ്നി ഒരിക്കലും അണയരുത്. രുദ്രന്റെ മരണത്തിലല്ലാതെ ഇത് അണയാൻ പാടില്ല. ആ രൂപം ഓർമ്മപ്പെടുത്തി. രണ്ടുപേരുടെ ഹൃദയവും പാവുകൊണ്ട് ആളിക്കത്തി. രുദ്രനും ദശയും അഭിലാഷിന്റെ മുറിയിൽ കതകിനെ തട്ടി. ഉറക്കച്ചതവോടെ അഭിലാഷ് വന്ന് കഥ തുറന്നു. മുന്നിൽ രുദ്രനെയും ദശയും കണ്ട് അഭിലാഷ് വിശ്വസിക്കാനാതെ കണ്ണുകൾ തിരുമ്മി. എടാ പന്ന മോനെ, ഗ്ലാസ് എടുക്കടാ, രുദ്രൻ കുപ്പിയായി കാണിച്ചോണ്ട് പറഞ്ഞു. അമ്മുവും ദശയും കാതിന് പൊത്തി. ദാ എടുത്തു. അഭിലാഷ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തുപോയി. ഏട്ടാ, പല്ല് തെച്ചില്ല, അമ്മു ഉച്ചത്തിൽ പറഞ്ഞു. പിന്നെ പല്ല് കോപ്പ് ഒന്ന് പോയേ, അഭിലാഷ് പറഞ്ഞുകൊണ്ട് ഗ്ലാസോടെ രുദ്രന്റെ അടുത്തുനിന്ന് ചിരിയോടെ നിന്നു. രുദ്രനും എല്ലാ ദേഷ്യവും മറന്ന് അഭിലാഷിന്റെ ഒപ്പം ഏറെ കാലത്തിന് ശേഷം സന്തോഷത്തോടെ കൂടി. ദേവിയെ, ഈ സന്തോഷം എന്നും എപ്പോഴും ഉണ്ടാകണേ, ദശ മനസ്സിൽ പ്രാർത്ഥിച്ചു. നരസിംഹ തറവാട്ടിൽ പുരുഷത്വൻ പുറത്തു പോകാൻ ഇറങ്ങിയതും ഈശ്വരി അകത്തു വന്ന് അയാളുടെ മുന്നിൽ നിന്നു. ഹലോ, സുഖാണോ?
ചിരിയോടെ ഈശ്വരി ചോദിച്ചു. ഓ, നീ ഇറങ്ങിയോ? പുരുഷോത്തമൻ പുച്ഛത്തോടെ ചോദിച്ചു. ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ ശത്രു പുറത്താണല്ലോ. അവരെ അന്തി ഉറക്കാതെ ഞാൻ എങ്ങനെ അകത്ത് കിടക്കും? ഇനി പോവും അകത്ത്. അത് നിന്റെ മോനെയും നിന്റെ മരുമോളെയും കൊന്നിട്ടാണെന്ന് മാത്രം, ഈശ്വരി പകയോടെ പറഞ്ഞു. ദേവമോളെ കേട്ടോ, രുദ്രനെ ഇവൾ കൊല്ലുവന്ന്. എനിക്ക് ചിരിക്കാൻ വയ്യ. അവൻ്റെ ഒരു മൈ പോലും നിനക്ക് തൊടാനാവില്ല. അപ്പോഴാ നീ അവനെ കൊല്ലാൻ നടക്കുന്നത്. ഞാൻ ജന്മം കൊടുത്തത് അസുരാവതാരത്തിനാണ്, അല്ലാതെ മനുഷ്യാവതാരമല്ല. അതുകൊണ്ട് അവനെ കൊല്ലാൻ അവനിലും വലിയ ആളിനെ കൊണ്ടുപോവാ, പുച്ഛത്തോടെ പുരുഷോത്തമൻ പറഞ്ഞു. ദേവനന്ദ പേടിയോടെ രണ്ടുപേരെയും നോക്കി. സംസാരിക്കാൻ പഠിച്ചല്ലേ? പുരുഷോത്തമനെ അടിപിടി നോക്കിക്കൊണ്ട് ഈശ്വരി ചോദിച്ചു. എന്നെ പിടിച്ച മാരണം എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ പഠിച്ചു സംസാരിക്കാൻ. എന്നാ ശരി, എനിക്കൊന്ന് പുറത്തു പോകണം, പുരുഷോത്തമൻ പറഞ്ഞുകൊണ്ട് ഈശ്വരിയെ കടന്നുപോയി. ഈശ്വരി ചിരിയോടെ ദേവനന്ദയുടെ അടുത്ത് വന്നു. നീ എൻ്റെ മരുമോളാ, എൻ്റെ ഗൗതമോൻ്റെ പെണ്ണ്. ഈശ്വരി ദേവയുടെ കയ്യിലിരുന്ന കൊച്ചിനെ എടുക്കാൻ പോയതും ദേവ കൈനെ തട്ടിമാറ്റിക്കൊണ്ട് അകത്തുപോയി. നീ വരും, അല്ല നിന്നെ ഞാൻ വരുത്തും, ചിരിയോടെ ഈശ്വരി പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. രുദ്രനും അഭിയും എല്ലാം മറന്ന് പഴയതുപോലെ സ്നേഹത്തിലായി. ഹോ, ഇത്രയേ ഉള്ളൂ? എന്തൊക്കെയാണ് രണ്ടും കൂടി കാണിച്ചു കൂട്ടിയത്? ദശവായിൽ വിരൽ വെച്ച് ചോദിച്ചു. ചേച്ചി, ഇവരൊക്കെ ഇന്നടിക്കും നാളെ ഒന്നാകും. ഇടയിൽ കയറുന്ന നമ്മളാ മണ്ടികൾ, ചിരിയോടെ അമ്മ പറഞ്ഞു. പൊടി, അവനെ അടിക്കും ഇടിക്കും കൊല്ലും. അത് കേൾക്കാൻ ആർക്കും അധികാരവുമില്ല അവകാശമില്ല, അവലെ ഒറ്റവലിക്ക് മദ്യത്തിനെ കുടിച്ചോണ്ട് പറഞ്ഞു. ഓ പിന്നെ, നിങ്ങളുടെ ഇടയിൽ നമ്മളില്ലേ? അമ്മ ചിരിയോടെ കൈകൂപ്പി പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. എല്ലാവരും എല്ലാം കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചു. ഹോ, ഇപ്പോഴാ ഒരു സമാധാനം. രുദ്രന്റെ ദേഷ്യം മാറിയല്ലോ, ചിരിയോടെ അഭിലാഷ് പറഞ്ഞു. ബട്ട് എനിക്കൊരു സംശയം. ഇനി വേദികയുടെ മരണത്തിൽ സഞ്ജീവ് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? സംശയത്തോടെ രുദ്രൻ ചോദിച്ചു. അറിയില്ല, എന്തോ അതുപോലെ വന്ദനയുടെ മരണമൊക്കെ ഇന്നും മർമ്മമാണ്, രുദ്രനെ അഭിലാഷ് പറഞ്ഞോട്ട് നോക്കി. ആരോ നമ്മൾ ഇതുവരെ അറിയാത്ത ശത്രു നമ്മുടെ പുറകിലുണ്ട്. അതാരാ എന്നൊന്നും നമുക്കറിയില്ല. ബട്ട് നമ്മളെ അറിയുന്ന ഒരു ശത്രു പുറകിലുണ്ട്. രുദ്രൻ പറഞ്ഞു തീരുന്ന മുന്നേ അവരുടെ മുന്നിൽ ഒരു കാർ വേഗത്തിൽ വന്നിരുന്നു. രുദ്രൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചവിട്ടി. എല്ലാരും ഒന്ന് മുന്നിലോട്ട് വന്ന് പിന്നിലോട്ട് ആഞ്ഞു. പന്ന മോനെ, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു. ആ വണ്ടിയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങി അവരെ നോക്കി വരുന്നു. എടാ, പേടിയോടെ അഭിലാഷ് വിളിച്ചു. രുദ്രൻ മീശ പിരിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. അതിലൊരാൾ ഓടി രുദ്രനെ അടിക്കാൻ വന്നു. രുദ്രൻ ഒരു കാൽ നിലത്ത് കുത്തി മറ്റേ കാൽ മുട്ടുകൊണ്ട് നിലത്തിരുന്ന് വന്നവന്റെ വയറ്റിൽ ഒറ്റയിടി. അവൻ തെറിച്ച് നിലത്ത് വീണു. അത് രുദ്രൻ. കാറിൽ നിന്ന് കൈയടിച്ചുകൊണ്ട് അഭിലാഷ് പറഞ്ഞു. ഏട്ടാ, ഒന്ന് പുറത്തുപോയി ഫൈറ്റ് ചെയ്. അമ്മു അഭിലാഷിനെ തള്ളിവിട്ടു. ഹേ, നിനക്ക് പൂവും പൊട്ടും ഒന്നും വേണ്ടേ? എന്നെ ആമറെടുത്ത് നിലത്തടിക്കും. ഉടൻ തന്നെ എൻ്റെ പടത്തിന് മാലയിടേണ്ടി വരും. കളി കണ്ടാൽ പോരെ, നായകൻ അവിടെ പടം നടത്തുവാണല്ലോ, ചിരിയോടെ അഭിലാഷ് പറഞ്ഞു. രുദ്രൻ എല്ലാരെയും അടിച്ച് തളർത്തിയിട്ടു. ആരാടാ നിന്നെ വിട്ടത്? ഒരുത്തൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. ആ സമയം ഫോൺ റിങ് ചെയ്തു. രുദ്രൻ അതിനടുത്ത് കാതിൽ വെച്ചു. ബൈ ദ ബൈ, ഞങ്ങൾ പുറത്തിറങ്ങി. അതറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പിള്ളേരെ വിട്ടത്. എങ്ങനെ, കൊള്ളാവോ? അഗ്നിദേവിന്റെ ശബ്ദം. രുദ്രൻ അവന്റെ കോളറിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് ചിരിയോടെ കാറിന്റെ അടുത്ത് പോയി നിന്നു. വരൂ വരൂ, അസുരൻ എപ്പോഴും അവൈലബിൾ ആണ്. കുറച്ച് ദിവസം ബോറടിച്ചു, ഇനിയിപ്പോൾ നിങ്ങൾ വന്നല്ലോ, എന്നാൽ നമുക്ക് തുടങ്ങാം. ഒന്നീ ഞാൻ ചാവും, അല്ലെങ്കിൽ നീ ചാവും. അസുരന്റെ മരണം വേണേൽ പരമശിവൻ ആലോചിക്കണം. അതിന് നീ മരിക്കണം, അല്ലാതെ ഈ അസുരൻ ചാവില്ല. രുദ്രൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിക്കൊണ്ട് കാറിൽ കയറി. ഹരേ വാ,
രോമാഞ്ചം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ. അഭിലാഷ് ആവേശത്തോടെ പറഞ്ഞതും രുദ്രൻ അവൻ്റെ ചെകിട് നോക്കിക്കൊടുത്തു. തൃപ്തിയായി. എന്നാ നമുക്ക് പോവാം, കവിളിൽ കൈവച്ചുകൊണ്ട് അഭിലാഷ് പറഞ്ഞു. ഇതെന്തിൻ്റെ കുഞ്ഞാവോ? ദശ മെല്ലെ പറഞ്ഞു. അഗ്നി ഈശ്വരിയും പുറത്തിറങ്ങി. രുദ്രൻ കാർ ഓട്ടിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രനെ എല്ലാവരും ഞെട്ടലോടെ നോക്കി. അതെ, ഏതു നേരവും എന്തു സംഭവിക്കാം, ദേഷ്യത്തിൽ രുദ്രൻ പറഞ്ഞു. അവരെ ഇറക്കിയത് മൂന്നാമൻ ഒരാളാണ്, അതുറപ്പ്. അവനെ ആദ്യം കണ്ടെത്തിയാൽ മാത്രമേ എല്ലാത്തിനും തീരുമാനം ഉണ്ടാവൂ, ദശ പറഞ്ഞു. രുദ്രൻ ഒന്നും മിണ്ടാതെ ചിരിയോടെ കാർ ഓട്ടിച്ചു. തുടരും.